ഇത് മലപ്പുറം ജില്ലയിലെ പുറത്തൊരു ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പാലമാണ്. ഇതിലിപ്പം പാലം പൊളിഞ്ഞതിന് ശേഷം അവിടെ റോഡ് വന്നിട്ടുണ്ട്. ഇന്നും ആ പാലത്തിൻ്റെ ഓർമ്മകൾക്ക് ശേഷിപ്പായിട്ട് നിൽക്കുന്ന ബാക്കി ഭാഗങ്ങളാണിത്. പുറത്തൂരിൽ ടൂറിസ്റ്റ് ഡെസിഗ്നേഷൻ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മുരിക്കുംമാട് ദ്വീപ് എന്നത് സൗന്ദര്യവൽക്കരിക്കേണ്ടതുണ്ട്. പ്രകൃതി വരദാനമായി നൽകിയ നല്ലൊരു സ്ഥലമാണ് പുറത്തൂർ പഞ്ചായത്തിലെ ഈ കാണുന്ന മുരിക്കുംമാട് ദ്വീപ് എന്നത്. ഈ ദ്വീപിൽ ഒട്ടനവധി പക്ഷികൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പറവകളുടെ സഞ്ചാരം നമുക്ക് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് പക്ഷികളെന്ന് തന്നെ പറയാം. കൊക്ക്, കാക്ക, കുയിൽ, പരുന്ത് തുടങ്ങിയ ഒട്ടനവധി പക്ഷികൾ കുടികെട്ടി താമസിക്കുന്ന, കൂടുണ്ടാക്കി താമസിക്കുന്ന ഒരു പക്ഷി സങ്കേതം തന്നെയാണ് ഈ മുരിക്കുംമാട് ദ്വീപ് എന്നുള്ളത്. ഈ കാണുന്നത് കണ്ടൽക്കാടുകളാണിതിൽ. 5-6 തരം കണ്ടൽക്കാടുകൾ ഈ മുരിക്കുംമാട് ദ്വീപിനെ ചുറ്റിപ്പറ്റി കരയിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കരയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരുകൾ തന്നെ കണ്ടാൽ അറിയാം. പ്രത്യേക രീതിയിലും സൗന്ദര്യത്തിലുമാണ് ഇതിൻ്റെയൊക്കെ വേരുകൾ നിൽക്കുന്നത്. കണ്ടില്ലേ? പ്രകൃതിയിൽ വളരെ വിരളമായി കാണുന്ന സ്വർണ്ണക്കണ്ടലുകൾ വരെ ഈ മുരിക്കുംമാട് ദ്വീപ് പ്രദേശത്തുന്നുണ്ട്. ഇതിൻ്റെ സമഗ്ര വികസനത്തിനും വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാനുകളും മറ്റും ഒട്ടനവധി മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഭാരിച്ച ചെലവ് വരുന്നതിനാൽ ഫണ്ടുകളുടെ അപര്യാപ്തത മൂലം അത് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. തിരൂർ പൊന്നാനിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടായി അഴിമുഖം എന്നറിയപ്പെടുന്ന അഴിമുഖം പുറത്തൂരിലാണ് നിലകൊള്ളുന്നത്. ഭാരതപ്പുഴയും അറബിക്കടലും ഭാരതപ്പുഴയും തിരൂർ പുഴയും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരിടം കൂടെയാണ് പുറത്തൂർ അഴിമുഖം എന്നുള്ളത്.